എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഷാരോൺ ബോക്സ് പുറത്തിറക്കിയിട്ടുള്ള പറയിപെറ്റ പന്തിരുകുലം അടുത്ത അധ്യായം ശ്രദ്ധിക്കാം. അച്ഛനമ്മമാരുടെ ശ്രാദ്ധത്തിന് 11 പേരും ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. ബ്രാഹ്മണനായി ജീവിച്ചു പോന്ന മേഴത്തോൾ അഗ്നിഹോത്രിയുടെ വീട്ടിലാണ് അവർ ശ്രാദ്ധത്തിന് ഒത്തുകൂടിയിരുന്നത്. അന്യജാതിയിൽപ്പെട്ടവരും ശ്രാദ്ധത്തിന് ഉണ്ടായിരുന്നതിനാൽ അഗ്നിഹോത്രിയുടെ അവരുമായുള്ള സൗഹൃദത്തിൽ അന്തർജനത്തിനും വൃത്യനും അതൃപ്തിയുണ്ടായിരുന്നു. അവർ അക്കാര്യം അഗ്നിഹോത്രിയോട് തുറന്നടിക്കുകയും ചെയ്തു. വരട്ടെ, സമയമാകുമ്പോൾ എല്ലാം ശരിയാകും, അഗ്നിഹോത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത ശ്രാദ്ധ ദിനത്തിൽ പതിവ് പോലെ സഹോദരങ്ങളെല്ലാം ഒന്നിച്ചുകൂടി. എല്ലാവരും വ്യത്യസ്ത ജാതിക്കാരായി ജീവിക്കുന്നത് മൂലം അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് വിഘാതമുണ്ടാവരുതെന്ന് കരുതി അഗ്നിഹോത്രി എല്ലാവർക്കും വ്യത്യസ്ത മുറികളാണ് ഒരുക്കിയിരുന്നത്. അത്താഴത്തിനു ശേഷം എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ മുറികളിലേക്ക് പോയി. നന്നായി ഉറക്കം പിടിച്ചപ്പോൾ അഗ്നിഹോത്രി അന്തർജനത്തെയും കൂട്ടി ഒരു ഭൃത്തിനെയും കൂട്ടി സഹോദരങ്ങൾ ശയിച്ചിരുന്ന ഓരോ മുറിയുടെയും വാതിൽക്കലെത്തിയിട്ട് തന്നെ തൊട്ടുകൊണ്ട് മുറിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്ത ഭൃത്യനും അന്തർജനവും ഞെട്ടിപ്പോയി. 4 കരങ്ങളിലും ചക്രം, ഗദ, പത്മം, ശംഖ് എന്നിവ ധരിച്ച് പാലാഴിയിൽ അനന്തശയനം നടത്തുന്ന ശ്രീ മഹാവിഷ്ണുവിനെ കണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ കാൽക്കൽ വീണ് തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞു. എല്ലാ മുറികളിലും അവർക്ക് ഒരേ രൂപം തന്നെയാണ് ദർശിക്കാൻ കഴിഞ്ഞത്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് 12 പേരും എന്ന് മനസ്സിലാക്കിയ അന്തർജനം പിന്നീട് ഒരിക്കലും അവരെ പുച്ഛിച്ച് സംസാരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും